നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധ വ്യക്തി പറയുന്നത് കേട്ടു. അതാരാണെന്നൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. കഴിവുള്ള ആളുകളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്, വേസ്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിന്റെ ഒരു അജ്ഞതയായിട്ട് വേണം നമ്മളിത് കണക്കിലെടുക്കാനായിട്ട്. കാരണം ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് അത്ര കഴിവും ശേഷിയുമുള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ്. മൊത്തത്തിൽ നമ്മളൊരു ഡെവലപ്പിംഗ് സ്റ്റേജ് അല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുറകോട്ടാണ് വളർച്ച എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുൻപുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സാധ്യതകളുടെ ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് സ്റ്റേറ്റ് ലെവലിലും അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് മനുഷ്യ വിഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ലാൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ ജനറേഷൻ സെഡിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിൽ ടിപ്പിക്കലായിട്ട് ലേമൻ പറയുന്നതായിട്ടുള്ള ആ ഒരു ടെർമിനോളജിയുടെ സാങ്കേതികമായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് ജനറേഷൻ സെഡ് എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഇന്നത്തെ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഇൻകം വേണം, അവർക്ക് സ്മാർട്ടായിട്ട് ജോലി ചെയ്യാനായിട്ടാണ് താല്പര്യം. അവരുടെ മുകളിൽ ഒരാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവർക്ക് കൂടുതലും ആളുകളുമായിട്ട് അനാവശ്യമായിട്ട് ഇടപെടുന്നതിനപ്പുറത്തേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നിലനിർത്താനൊക്കെയാണ് താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ അത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക്, അതും പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള മൂലധനവും ഇല്ലാതെ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ക്യാമറ, ഇതിനോടൊപ്പം ഒരു കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ സുഗമമായിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്ന ചില ബിസിനസ് ആശയങ്ങൾ അല്ലെങ്കിൽ ചില ഫ്രീലാൻസ് ആശയങ്ങളാണ് ഈ വീഡിയോയിൽ ചുരുക്കി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളതാണ്. എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു വേസ്റ്റ് അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട് സാധിക്കില്ല. ബട്ട് പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് റിവ്യൂ ആയിരിക്കാം, ചിലപ്പോൾ സിനിമ റിവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സർവീസിനെ കുറിച്ചിട്ടുള്ള എഴുത്തായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തായിരിക്കാം, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കുകൾ ലൈക്ക് സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എഴുതാനായിട്ടുള്ള കഴിവുള്ള വ്യക്തികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ചിലരിപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ടൈപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടന്റ് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് പല രീതിയിൽ തിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, നമ്മൾ വേറൊരു വെബ്സൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന് വേണ്ടി വേറൊരു വ്യക്തിക്ക് വേണ്ടി എഴുതുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിലും പല രീതിയിലുള്ള തരംതിരിവുകളുണ്ട്. അപ്പൊ മറ്റൊരു വെബ്സൈറ്റിന് വേണ്ടി ആയാലും സ്ഥാപനത്തിന് വേണ്ടി ആയാലും അതൊരു ഫ്രീലാൻസ് ടൈപ്പ് റൈറ്റിംഗ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ആ കമ്പനികൾ, ആ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ വർക്ക് പിടിക്കുവാനായിട്ട്. അപ്പൊ അത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സ്വന്തമായിട്ട് ഒരു ബ്ലോഗിൽ കൂടെ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പേരിൽ എഴുതേണ്ട വരും, ചിലപ്പോൾ കമ്പനിയുടെ പേരിൽ എഴുതേണ്ട വരും, ചിലപ്പോൾ ഗോസ്റ്റ് റൈറ്റിംഗ് നടത്തേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പേര് മറച്ചു വെച്ചിട്ട് വേറൊരാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യാനുള്ള കണ്ടന്റ് നമ്മൾ എഴുതുന്ന അത്തരത്തിലുള്ള സമസ്യകളൊക്കെ നമുക്കിന്ന് പൊളിറ്റിക്കൽ, PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റിലൂടെ, സ്വന്തമായിട്ടുള്ള ഒരു ബ്ലോഗിലൂടെ, സ്വന്തമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ചിലർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവരുടെ പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മേഖലയിൽ നമുക്ക് അറിവുള്ള ഒരു മേഖല ഉണ്ടായിരിക്കും. ചിലപ്പോൾ മനഃശാസ്ത്രമായിരിക്കും, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കിതൊരു വരുമാന മാർഗമായിട്ട് മാറുക? നമ്മൾ അവിടെ അഫിലിയേറ്റ് ലിങ്കുകളും അഡ്വർടൈസ്മെന്റുകളും പ്ലേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോഗറിലൂടെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്സെൻസ് എന്ന് പറയുന്ന മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു ബ്ലോഗിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ SEO ഫ്രണ്ട്ലി ആയിരിക്കണം. അതിന് ഒരു ബ്ലോഗിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അതിനുശേഷമാണ് ഗൂഗിൾ ഇത് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനേക്കാളും മോണിറ്റൈസേഷൻ ആക്റ്റീവായിട്ട് കിട്ടാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് യൂട്യൂബ് പോലുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് വരുന്ന സമയത്ത് എഴുത്തിൽ നിന്ന് അല്പം മാറ്റം വരികയാണ്. കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു അവസ്ഥ, അത് റൈറ്റിംഗ് അത്രയും താല്പര്യമുള്ള ആൾക്കാർക്കാണ് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇന്നത്തെ കാലത്ത് റൈറ്റിംഗിലേക്ക് വളരെ കുറച്ച് ആൾക്കാർക്കാണ് താല്പര്യം. കൂടുതൽ ആളുകളും വീഡിയോ കാണുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാടുള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടേത്. അത് റീജിയണൽ ലാംഗ്വേജസിലാണെങ്കിലും ലാംഗ്വേജ് ഇല്ലാത്ത വീഡിയോകളാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു ബ്ലോഗിലെ റൈറ്റിംഗ് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാവുന്നതാണ്.
ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ആകെയിൽ വേണ്ട കാര്യം എന്താണ്? ഒരു മൊബൈൽ ഫോൺ ആവശ്യമാണ്. ഇത് എഡിറ്റ് ചെയ്യാനും മൊബൈൽ ഫോണിൽ സാധ്യമാണ്. ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിക്കാൻ മൊബൈൽ ഫോണിൽ സാധ്യമാണ്. യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ്ബുക്കും മോണിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു മോണിറ്റൈസേഷൻ പ്രോഗ്രാം ഇപ്പം നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വർഷങ്ങളായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതിന്റെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എലോങ് വിത്ത് ദാറ്റ്, ചില ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് എന്നുള്ള താല്പര്യം കൊണ്ട് അതിൽ മാത്രം കണ്ടന്റ് ഇടാനായിരിക്കും താല്പര്യമുള്ളത്. ചില ബിസിനസ്സുകാരൊക്കെ റോങ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഗൂഗിളിലും യൂട്യൂബിൽ നിന്നും ഒക്കെ ആയിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷെ അവർ ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിലേക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കണം. ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഔട്ട്സൈഡിൽ നിന്നുള്ള തേർഡ് പാർട്ടി അഡ്വർടൈസ്മെന്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും സാധ്യത മനസ്സിലാക്കിയിട്ട് ഏതാണോ നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ പ്ലസ് തേർഡ് പാർട്ടി അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് മറ്റാൾക്കാരുമായിട്ട് അധികം ഇടപെടാതെ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാൻ മുൻപ് പറഞ്ഞ ഒന്നാമത്തെ കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും രണ്ടാമത് പറഞ്ഞിട്ടുള്ള ബ്ലോഗിംഗ് ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിലും ദീസ് ഓൾ ആർ സ്യൂട്ടബിൾ ഫോർ ഇൻട്രോവേർട്സ് ആൻഡ് ജനറേഷൻ സെറ്റിൽപ്പെട്ട ഇത്തരത്തിലുള്ള അന്തർമുഖനായിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് വിത്ത് മിനിമൽ റിക്വയർമെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഓടുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, നല്ലൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഈ റിക്വയർമെന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിനോട് കൂടി തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത ആശയം എന്ന് പറയുന്നത്. അടുത്ത ആശയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. മുൻപൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. ആമസോൺ എന്നല്ല, മറ്റു പല പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ക്ലിക്ക് ബാങ്ക്, പല പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പല കമ്പനികളും ചോദിക്കുന്ന ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് നല്ല റീച്ച് എത്തിയതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ പേരിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഫിലിയേറ്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അഫിലിയേറ്റ് ലിങ്ക് നമ്മുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ചെറിയ ചില നിയമപരമായിട്ടുള്ള പോളിസീസ് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇതിൽ കൂടെ കമ്മീഷൻ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ഡിസ്ക്ലെയിമർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പോളിസീസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം, ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ മേടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ലിംഗ് നടത്താനായിട്ട് സാധിക്കും. ആമസോണിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് പ്രൊഡക്ട്സ് മേടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സ് മേടിക്കാനുള്ള ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ആൾക്കാർ വന്ന് ബൈ ചെയ്യും എന്നുള്ളതാണ്. ഒരു ബൈ അസിസ്റ്റന്റ്, മറ്റുള്ള ആൾക്കാരെ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരു ബൈ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു വരുമാനം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു നേരത്തെ ചില ബിസിനസ്സുകൾ വളരെ റോങ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ടാണ് അവർ പ്രൊമോഷൻ നടത്തുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തുണ്ടാവുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാകത്തിന് കൃത്യമായിട്ട് കണ്ടന്റ് എഴുതി കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും ഫോട്ടോഗ്രാഫി, പോസ്റ്റർ, അതുപോലെ തന്നെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഉള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും നല്ല രീതിയിലുള്ള അറിവുണ്ട്, ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ കളയുന്ന സമയം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ഇതിന് ആവശ്യമാണ്. ഈ ക്യാമ്പയിൻ എല്ലാ ബിസിനസ്സുകാർ, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ ആവശ്യക്കാര്, ലൊക്കാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഇന്ന് നമുക്ക് ബിസിനസ്സിന് ലോക്കൽ ബൗണ്ടറീസ് ഇല്ല. നിങ്ങളുടെ ആവശ്യക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സർവീസസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരിൽ നീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട് ഈ സർവീസിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾക്കാർ തീർച്ചയായും നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അവരുടെ ബിസിനസ് പ്രോപ്പർ ആയിട്ടുള്ള ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അഡ്വർടൈസ് ചെയ്യാനുള്ള സഹായങ്ങൾ ചോദിച്ചുകൊണ്ട്.
നിങ്ങൾക്ക് പറയുന്ന ക്യാഷിന് ബിസിനസ് ഏറ്റെടുക്കുകയും റൺ ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ടിപ്പ് പറയാനുള്ളത്, ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പല ആൾക്കാരും വലിയ ഫീസ് കാക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫീസ് തുടക്കത്തിൽ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക, കൂടുതൽ ബിസിനസ് പിടിക്കുക, കൂടുതൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നിങ്ങൾ ഇത്രയേറെ കക്ഷികൾക്ക് വേണ്ടി ബിസിനസ്, ഇത്രയേറെ ക്ലയൻസിന് വേണ്ടി നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. അത് വലിയൊരു ടാക്ടിക് തന്നെയാണ്. ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് നല്ല രീതിയിൽ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് വളരാനില്ല. പക്ഷെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പല ആളുകളും നമ്മളുടെ ചുറ്റിനും നിന്ന് പറയും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യണം, നിങ്ങൾ ഹൈ ഫീ വെക്കണം എന്നൊക്കെ ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ നമുക്ക് കൂടുതൽ ബിസിനസ് പിടിക്കാനായിട്ട് സാധിക്കുക, നമ്മുടെ കോൺഫിഡൻസ് ആണ്, വൈഡായിട്ട് കിടക്കുകയാണ് കസ്റ്റമേഴ്സ്. അപ്പൊ അവരിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ബിസിനസിന്റെ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുന്നു ഒരു ബിസിനസിന്റെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നു, ഒരു ബിസിനസിന്റെ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്നു, ആൻഡ് അതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും കൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ പ്രൊഡക്ട്സ് സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നു, കൂടുതൽ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഓർ ഓൺലൈൻ ഇന്റർനെറ്റ് ബേസ്ഡ് ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട് വരുന്നത് ഇത്രയും സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്കൊരു മൊബൈൽ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്ത ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ മിനിമം ഒരു ഐഫോൺ എങ്കിലും ആവശ്യമാണ്. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, നമ്മുടെ അടുത്തുള്ള ലോക്കൽ ബിസിനസ്മെൻ പല ആൾക്കാർക്കും അവരുടെ പല രീതിയിലുള്ള പ്രൊഡക്ട്സ്, മാനുഫാക്ചറേഴ്സ്, ചെറുകിട രീതിയിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ തന്നെ ഓൾറെഡി അവർ ചെയ്യുന്ന ബിസിനസ്സിനെ ഫോട്ടോഗ്രാഫിയിലൂടെയും പബ്ലിസിറ്റിയിലൂടെയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പല ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുടെയും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഫുഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സിന്റെ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോഗ്രാഫി പ്ലസ് വീഡിയോഗ്രാഫി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. നിങ്ങളുടെ ക്ലയൻസ് പല ആൾക്കാരാണ്. പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പല രീതിയിലുള്ള ബിസിനസ്സുകൾ കണ്ടു മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം തരാനും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾക്ക് ഒപ്പം തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിൽ കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ കോമ്പറ്റീറ്റേഴ്സ് വളരെയധികം കുറവുള്ള രണ്ട് മേഖലകളാണ് കണ്ടന്റ് റൈറ്റിംഗും പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയും. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നല്ല രീതിയിൽ ചെയ്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലതായിട്ടുള്ള ഒരു ആശയമാണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ചുറ്റിനുള്ള ഒരുപാട് ബിസിനസ്സുകൾക്ക് കുറഞ്ഞ ചെലവിൽ അഡ്വർടൈസ്മെന്റ് കിട്ടാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള വീഡിയോഗ്രാഫിയും ചെറിയ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾ ചെയ്യുന്ന വർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നന്നാവണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടാകണം, പാഷനേറ്റ് ആയിരിക്കണം. എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫീസ് മുൻകൂട്ടിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് കൈമാറുന്നതിന് തൊട്ട് മുൻപോ ആയിട്ട് മേടിച്ചിരിക്കണം. കാരണം സർവീസ് സെക്ടറിൽ ഈ ഫീസ് മേടിക്കുക എന്നുള്ളിടത്തും കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം എന്ന് പറയുന്നത് മീഡിയ പ്രൊഡക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എഡിറ്റിംഗ്, മൾട്ടിമീഡിയ ടാസ്കുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിക്കും അഡ്വർടൈസ്മെന്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ വർക്കുകൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനായിട്ട് സാധിക്കും, ഡബ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, ചെറിയൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു സ്ഥാപനമാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീസെല്ലിംഗ് ബിസിനസ് ആണ്. മറ്റുള്ള ആളുകളുടെ പ്രൊഡക്റ്റ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് റീസെല് ചെയ്യാനായിട്ട് സാധിക്കും? ലോക്കൽ മാർക്കറ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നാഷണൽ മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുക? ക്രാഫ്റ്റ് മുതൽ ഫുഡ് ഐറ്റംസ് വരെ ഇങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇലക്ട്രോണിക് ടെക്നോളജി തൊട്ട് AI വരെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ റീസെല്ലിങ്ങും അതിനോടൊപ്പം തന്നെ താല്പര്യമെങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് ഇടാനും കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ്, കുറച്ചുകൂടി റിസ്ക് എടുക്കാനും റെഡിയാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിലേക്കും ഇറങ്ങാവുന്നതാണ്. അവിടെ നിങ്ങൾ ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പ്രോഡക്റ്റ് ഓൺ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് കസ്റ്റമർക്ക് പ്രൊഡ്യൂസറുടെ അടുത്തുനിന്ന് പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കുന്നു, അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ബിസിനസ് ആശയങ്ങൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ആശയങ്ങളാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങളാണ്.
ഈ ആശയങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഒരുപാട് പണം ഏൺ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു പോകുന്നുണ്ട്. ദേ ആർ നോട്ട് വേസ്റ്റ്, ദേ ആർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകൾ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് അവർ നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.